അവനെ ശ്രീകർ, എപ്പോ നോക്കിയാലും ഫോണിലാണല്ലോ. കുറച്ചു നേരം ഓഫ് ചെയ്ത് വെക്കും. കോൾസ് ഒന്നും ചെയ്യാനില്ല അമ്മേ. നീ ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ നിനക്ക് വരുന്നുണ്ടല്ലോ. ആദ്യം ഇത് സൈലന്റ് ആക്ക്, അല്ലെങ്കിൽ അത് സ്വിച്ച് ഓഫ് ആക്കി വെക്കും. ഞാൻ സൈലന്റ് ആക്കാം അമ്മേ. വേഗം. ഇനി ഫോൺ എടുത്തു വെച്ച് ഇരിക്ക്. ഇരിക്ക്. ഇത് കുടിക്ക്. അവനെ വിളിച്ചിട്ട് കോൾ എടുക്കാത്തതുകൊണ്ട് അവളാകെ സങ്കടത്തിലായിട്ടുണ്ടാവും. അവൾ എന്തിനായിരിക്കും വിളിച്ചത്? ഞാൻ ഫോൺ ചെയ്തിട്ടും എടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അവിടെ എന്തോ പ്രോബ്ലത്തിലാണെന്നാണല്ലോ. നോക്ക്, ആദ്യമൊക്കെ നീ എന്ത് എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് നടന്നിരുന്നത്. എന്നെ ഇപ്പൊ നിന്നെ കണ്ട താങ്ങാനാവാത്ത സങ്കടം എന്തോ മനസ്സിൽ ഒളിപ്പിച്ച് നടക്കുന്ന പോലെയുണ്ട്. അത് നിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റാണോ അതോ ഇനി ഞങ്ങൾക്ക് തോന്നുന്നതാണോ എന്നൊന്നും അമ്മയ്ക്കറിയില്ല. ഞങ്ങളുടെ കാര്യം അറിഞ്ഞതിന് ഇനി അഥവാ അദ്ദേഹം അമ്മയായിട്ട് വഴക്കിലായിരിക്കും. ഒരു വട്ടം കൂടി വിളിച്ചു നോക്കാം. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. നീ നിന്റെ സന്തോഷങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചിട്ടില്ലെങ്കിലും സാരമില്ല. പക്ഷെ നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് പറയണം. നീ സന്തോഷമായി ഇരുന്നാലല്ലേ അമ്മയ്ക്കും സന്തോഷിക്കാനാവൂ. നിന്റെ ഭാര്യ ഇന്ന് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ആഘോഷ പ്രകടനങ്ങളും സന്തോഷം ഈ വീട്ടിലുണ്ടായിരുന്നേനെ മോനെ. ആ ഭാഗ്യം ഇനി എപ്പോ ഉണ്ടാവോ എന്തോ. നീ പാല് കുടിക്കേ. എനിക്കിപ്പോ വേണ്ടമ്മേ. എന്നാ ശരി, നീ കിടന്നു കിടന്നു. ഗുഡ് നൈറ്റ്. ഹലോ. ഇത്രയും സമയം അമ്മ എന്റെ കൂടെ റൂമിലുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഫോൺ എടുക്കാത്തത്. സോറി അവനെ. നിങ്ങൾ വളരെ ടെൻഷൻ അടിച്ചല്ലേ വീട്ടിലേക്ക് പോയത്? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വിളിച്ചതാ. നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞോ? അറിഞ്ഞു എന്ന് കരുതിയാ ഞാൻ ടെൻഷനായത്. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത്.
നിങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലെ ഒരു മർഡർ നടന്നു. അയാൾ കുറച്ചു നേരം കൂടെ നിന്നെ കണ്ടിട്ട് പോകുമെന്ന് ഫോഴ്സ് ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ, നമ്മുടെ പ്ലാനൊക്കെ കൊളായിരുന്നു. നമ്മളെ ദൈവം രക്ഷിച്ചു കരുതിയാ മതി. ഇപ്പൊ എന്തായാലും പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ഇന്ന് എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല അവനി. നീ ഇനി എന്നെ കാത്തിരിക്കാതെ സുഖമായിട്ട് ഉറങ്ങിക്കോ. ഞാനിപ്പോ ഇവിടെ ഗസ്റ്റ് ഹൗസിലുള്ളത്. ചേച്ചിയുടെ അടുത്തുനിന്ന് ഇവിടേക്ക് പോന്നു. എന്തേ? എന്താ ഉണ്ടായേ? പെട്ടെന്ന് അളിയൻ അങ്ങോട്ട് തിരിച്ചു വന്നു. ഞാൻ അവിടുന്ന് അയാളുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് മിസ്സായതാ. നമ്മുടെ ഈ അവസ്ഥ ഇനി വേറൊരാൾക്കും ഉണ്ടാവരുത്. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ, എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ പ്രതീക്ഷിക്കാത്ത ഓരോ പ്രശ്നങ്ങൾ വന്ന് നമ്മളെ വീണ്ടും അകറ്റി മാറ്റുകയാണ് അവനി. സോറി അവനി, പ്ലീസ് ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഞാൻ നിന്നെ രാവിലെ വന്ന് കണ്ടോളാം. ഓക്കെ അല്ലേ? ബൈ, ടേക്ക് കെയർ. അവനി, അവനി, ശ്രീയേട്ടാ, ഇരിക്ക അവനി. രാത്രി സംഭവിച്ച കാര്യത്തിന് ഞാനിനി 1000 സോറി പറഞ്ഞാലും അത് കുറഞ്ഞു പോവും. ഐ എം വെരി വെരി സോറി. നിന്റെ കൂടെ എപ്പോഴും ഒരുമിച്ചുണ്ടാകേണ്ട ഞാനിപ്പോ ദൂരെ നിൽക്കേണ്ട അവസ്ഥ. നിനക്കിതൊക്കെ സഹിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതിലെനിക്കും വളരെ വളരെ വിഷമമുണ്ടാവനി. ശ്രീകറിന്റെ കാർ എന്താ ഇവിടെ കിടക്കുന്നേ? നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം ഏതാണെന്നറിയോ? നമ്മുടെ സമയം. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ സമയം അവരുടെ കൂടെ ഇത്തിരി സ്പെൻഡ് ചെയ്ത് അതിലും വലിയ സമ്മാനം വേറെ ഇല്ല. നമുക്കിപ്പോ കിട്ടാത്തതും അതാ. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവിനെ ദൂരെ നിർത്താൻ സമ്മതിക്കില്ല. ഭാര്യയുടെ സ്നേഹം മനസ്സിലാക്കുന്ന ഭർത്താവ് ഭാര്യയെ വേറിട്ട് നിൽക്കാനും ആഗ്രഹിക്കില്ല. ഈ അകലം എത്ര നരകമാണെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ശ്രീകറിന് ഈ ഗസ്റ്റ് ഹൗസിൽ എന്തായിരിക്കും കാര്യം? നീ ഇനി വിഷമിക്കണ്ട. ഇനി അങ്ങോട്ട് നിനക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ കൂടെ ഞാനുണ്ട്.
മൈ ഗോഡ്, ശ്രീകർ ഒരു പെൺകുട്ടിയോട് ഇത്ര അടുത്ത് പെരുമാറുന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഒരിക്കലും നിന്റെ കണ്ണു നിറയെ ഞാൻ സമ്മതിക്കില്ല. എത്രയും പെട്ടെന്ന് ഈ കാര്യം അമ്മയുടെ അടുത്ത് പറയണം. ഒരു പെൺകുട്ടി ആരോടും പറയാത്ത അവളുടെ വിഷമങ്ങളെ അവളുടെ സ്വന്തം അമ്മയോട് പറയും. അവളുടെ സന്തോഷങ്ങൾ അവളുടെ അച്ഛനോടായിരിക്കും പറയുക. ഇത് രണ്ടും തുറന്നു പറയാൻ എനിക്ക് എന്റെ അച്ഛനോ അമ്മയോ ആരുമില്ല. ചേച്ചി കഴിഞ്ഞ പിന്നെ എനിക്കെല്ലാം നിങ്ങളാ. ഇങ്ങനെ കള്ളിയെ പോലെ നിൽക്കുന്നത് എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. അവനി, പത്ത് ദിവസത്തിനുള്ളിൽ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അതിൽ 5 ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത 5 ദിവസത്തിനുള്ളിൽ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ കാലുകുത്താൻ കഴിയുമെന്ന് ആലോചിച്ച് എനിക്ക് പേടിയാവുന്നുണ്ട്. ഉറപ്പായും അത് സംഭവിക്കും. ഞാനത് ചെയ്തിരിക്കും. താനതോർത്ത് ടെൻഷൻ ആവണ്ട. എന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് കേൾക്കുന്നുണ്ടോ? ആ മിടിപ്പ് നീയാ. നിന്റെ അവനി ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഇനിയിപ്പോ ആരെയും താണു വണങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ചേച്ചി, നിങ്ങളായിരുന്നോ? യാ, ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണല്ലോ ഇരിക്കുന്നേ. ഇവിടുന്ന് അങ്ങോട്ട് ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോവാ. ഓൾ ഫാമിലി മെമ്പേഴ്സ് പ്ലീസ് കം. നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് കാണുമ്പോ ഇന്നിവിടെ ഭൂകമ്പം നടക്കുന്ന തോന്നുന്നേ. വെറും തോന്നലല്ല, ഉണ്ടായിരിക്കും. വിത്തിൻ സെക്കൻഡ് സുനാമി ഉണ്ടാവും. നീയാണോ? യെസ്, ഞാനാ. ഈ പോസിന് ഞാനൊരു ടൈറ്റിൽ പറയട്ടെ. പറ. ഭർത്തൃ വീട്ടിൽ മരുമോൾ ഭരണം. എങ്ങനെയുണ്ട്? വാവ്, വളരെ നന്നായിട്ടുണ്ട്. നിനക്ക് എന്തു പറ്റിയടി? പൂമുഖത്ത് എന്ത് ധൈര്യത്തിലാ നീ ഇരിക്കുന്നെ? ഈ വീട്ടിൽ മൂപ്പിലമ്മയില്ല. വാക്ക് പാലിക്കുന്ന ഒരു മനുഷ്യരുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് സമയം നമ്മുടേതാ. എന്തൊക്കെ പറഞ്ഞാലും ആ വിഗ്രഹങ്ങളെ കാണുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേക്കും. അധികാരത്തെക്കുറിച്ച് നിനക്കെന്തോ പറയാനുള്ള പോലെ? ഒത്തിരി വളച്ചു കെട്ടാതെ ഞാൻ കാര്യം പറയാം. എടി,
നിന്റെ അടുത്ത് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. തെളിവുകളുടെ ആവശ്യമില്ല. ഞാൻ പറയുന്ന അഡ്രസ്സിൽ പോയി നോക്കിയാ ശ്രീകറിനെ കൈയോടെ പിടിക്കാനായി സാധിക്കും. എവിടെയാ? പറഞ്ഞു തരാം. ഇവിടെയുള്ള ഒരു ഗസ്റ്റ് ഹൗസില്. ഗസ്റ്റ് ഹൗസോ? ഗസ്റ്റ് ഹൗസിൽ എന്താ ലാവണ്യ? രാമു ഈസ് എ ഗുഡ് ബോയ്, ശ്രീകർ ഈസ് എ ബാഡ് ബോയ്. ഗസ്റ്റ് ഹൗസിന് മുന്നിൽ ശ്രീകറിന്റെ കാർ എങ്ങനെ വന്നു എന്ന് സംശയം തോന്നിയിട്ട് ജനാല വഴി ഞാൻ നോക്കി. ഒരു പെൺകുട്ടിയോട് ഞാനുണ്ടാകും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് ആശ്വസിപ്പിക്കുന്നു. സെയിം ഡയലോഗ്. അന്നും ഇതേ ഡയലോഗാ പറഞ്ഞത്. ചോദിച്ചപ്പോ ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു. അപ്പോ ആ ഫ്രണ്ട് ഈ കുട്ടിയായിരിക്കും. സ്വത്തിനും അധികാരത്തിനും ഒക്കെ വേണ്ടി ശ്രീകരനെ അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ. എന്നും വീട്ടിലെ പ്രശ്നം ഇതാണോ? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾ ഉടനെ ഞാൻ പറയുന്ന അഡ്രസ്സിലേക്ക് പോയി നോക്കണം. ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് നേരിട്ട് മനസ്സിലാക്കാം. ആ പെണ്ണിന്റെ കൈയും പിടിച്ചിരുന്നോണ്ടാ അവൻ സംസാരിക്കുന്നത്. ആണോ? ഉടനെ നിനക്കൊരു ഫോട്ടോ എടുത്തു വെക്കാൻ പാടില്ലായിരുന്നോ? കൃത്യസമയത്ത് കയ്യിൽ ഫോൺ ഉണ്ടാവില്ലല്ലോ. ഇല്ലെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നല്ലോ. നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ എനിക്ക് എന്താ തോന്നുന്നു വെച്ചാ, ഓൾറെഡി അവനൊരു മുഖംമൂടി അണിഞ്ഞു നിൽക്കുവാന്ന് തോന്നുന്നുണ്ടോ? എക്സാക്ട്ലി. മുഖംമൂടിയോ? കഴമ്പില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ പോയി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരാം. ഏട്ടാ വരൂ.